ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു അടിപൊളി വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് കേട്ടോ. അതെ, സ്മൂത്തി ഡ്രിങ്ക്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായി ഞാനിത് ഒരു റോബസ്റ്റും ഓട്സും ആണ് എടുത്തിട്ടുള്ളത്. ഓട്സ്, റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ കെലോഗ്സ് ആണ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കുറച്ചുകൂടി ഫൈബർ അടങ്ങിയതായിരിക്കും ബെറ്റർ. ഇപ്പോൾ അതിനായി ഞാനതൊരു ജാറിൽ റോബസ്റ്റ്, വലിയൊരു റോബസ്റ്റ് ആയതുകൊണ്ട് ഒന്ന് മാത്രം മതി കേട്ടോ. അതോടൊപ്പം തന്നെ കുറച്ച് ഓട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഓട്സ് ആണ്. ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായത് 2 ഡേറ്റ്സും ഒരു 3 ആൽമണ്ടും. കുതിർത്തി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കുതിർത്തി വെക്കാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നന്നായി ഒന്ന് അരിഞ്ഞിട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൊഴുപ്പ് കുറഞ്ഞ പാലാണ്, അതെ, ലോ ഫാറ്റ് മിൽക്ക്. ഞാൻ എടുക്കുന്നത് ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് ഞാൻ ഏകദേശം ഒരു 3/4 ഗ്ലാസോളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മറ്റ് ഷുഗറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം കുറച്ച് ചിയാ സീഡ്സ് വെള്ളത്തിലിട്ടത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് സ്മൂത്തി. ഇത് ദിവസവും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം ഡിന്നറോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും വെയിറ്റിന്. കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മറ്റുള്ളത് എന്തെങ്കിലും കട്ട് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രമായിട്ട് എടുക്കുക. നമ്മുടെ ചിയാ സീഡ്സ് ഒക്കെ പ്രത്യേകിച്ച് ഒന്ന് കുതിർത്തിടാം. ഒരു 10 മിനിറ്റ് കുതിർത്തിടുമ്പോൾ തന്നെ നന്നായി ഒന്ന് പൊങ്ങി വരും. എന്നിട്ട് ഇത് ഡെയിലി ഒന്ന് കുടിച്ച് നോക്കൂ, നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. ഇതിൽ നമുക്ക് വേണ്ട നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോട്ടീൻ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കണമെങ്കിൽ നമ്മുടെ ഒരു ബോയിൽഡ് എഗ്ഗ് കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായി. അപ്പോൾ ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് ഇതേപോലുള്ള ഡ്രിങ്ക്സുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.